ഓപ്പോയുടെ ഓപ്പോ K13 ടെർബോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇൻബിൽറ്റ് ആയിട്ടുള്ള കൂളിംഗ് ഫാനൊക്കെ ആയിട്ട് വരുന്ന ഒരു ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K13 ടെർബോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് കൂളിംഗ് ഫാന് വരുന്നതായിരിക്കും. ഇപ്പോൾ ഫോണിൻ്റെ ബാക്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ ഭാഗത്തായിട്ട് RGB ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കൂളിംഗ് ഫാനിന് പുറമെ ഫോൺ വെട്ട നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു VC കൂളിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ വരിക 7000 mm² ആയിരിക്കും. അപ്പം അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പെർഫോമൻസിന് വേണ്ടിയിട്ട് MediaTek Dimensity 8450 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ വില ഒരു 30,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. 30,000 രൂപയ്ക്ക് താഴെയായിട്ട് തന്നെ ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം വളരെ മികച്ചൊരു പെർഫോമൻസ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. അതുമാത്രമല്ല നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നതായിരിക്കും. 7000 mAhൻ്റെ ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ആയിരിക്കും ബെറ്റർ കേർവ്ഡ് ഡിസ്പ്ലേക്കാൾ. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ ഓപ്പോ ക്രിസ്റ്റൽ ഷീൽഡ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വന്നേക്കാം. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1600 nits ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. പിന്നെ അത്യാവശ്യം നല്ലൊരു IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ പ്ലാസ്റ്റിക് ഫ്രെയിം ആയിരിക്കും വരിക. ഗ്ലാസ് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ NFC സപ്പോർട്ട് വരുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരും. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ വരുന്നതായിരിക്കും. നല്ല വൈബ്രേഷൻ എഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരും. Android 15 ബേസ് ആയിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കില്ല. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇതിൽ OSൻ്റെ സപ്പോർട്ട് തന്നെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ രണ്ടാമത് 2 MP ഒരു സെൻസർ ആയിരിക്കും വരിക. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരാൻ സാധ്യതയില്ല. ഫ്രണ്ടിൽ 16 MP സോണി IMX 480യുടെ സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം എന്നേ ഉള്ളൂ. അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ അല്ല ഇത്. ഇപ്പം 20,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഫോണുകളിൽ OSൻ്റെ സപ്പോർട്ടും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസൊക്കെ ലഭിക്കാറുണ്ട്. അതൊന്നും ഈ ഫോണിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 11 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ പർപ്പിൾ ഫാൻറ്റം, മിഡ് നൈറ്റ് മാവറിക്, അതുപോലെ തന്നെ വൈറ്റ് നൈറ്റ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി ഈ ഒരു ഫോണിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിലായിട്ട് ഈ ഫോണിൻ്റെ വില വന്നേക്കാം. ഒരു 28,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ K13 ടെർബോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.